ഹായ് ഫ്രണ്ട്സ്, ഹോട്ടലിലൊക്കെ കിട്ടുന്ന രുചിയിൽ അട്ടിപ്പൊളി നാടൻ കോഴിപ്പെരട്ട് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നതാണ് സ്പൈസസ് ആൻഡ് ട്രാവൽസിൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1.25 കിലോ നാടൻ കോഴി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൺചട്ടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉള്ള പാത്രം ഏതായാലും അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു 200 ഗ്രാമോളം ചെറിയ ഉള്ളി വൃത്തിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് നെടുകെ കീറിയതിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഉപ്പ് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തേച്ച് നല്ലവണ്ണം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഇനി ഇത് വേവിച്ചെടുക്കണം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അടുത്തത് ഇതിൻ്റെ മസാല തയ്യാറാക്കാനാണ്. അതിനായിട്ട് 3 ടേബിൾ സ്പൂണോളം പച്ചമല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. 1 പിടി കറിവേപ്പില കൂടി ഇട്ടേച്ച് നല്ലവണ്ണം ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും 5 വറ്റൽ മുളക് 2ആയി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനേ. അപ്പം അത് പൊടിച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് വേവിക്കാൻ വെച്ച ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. പകുതിയോളം ഇപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. നാടൻ കോഴിക്ക് അല്പം വേവ് കൂടുതലാണ്. കുക്കറിൽ വേവിക്കുന്നവർക്ക് അങ്ങനെയും വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചേക്കുന്ന ആ മസാലക്കൂട്ട് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. മസാലയൊക്കെ കറക്റ്റായിട്ട് ഈ ചിക്കനിലേക്ക് പിടിക്കണം. അതുകൊണ്ട് നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. പെരട്ടായതുകൊണ്ട് നമുക്ക് അധികം ചാറിൻ്റെ ആവശ്യം വരത്തില്ല. ഇനി ഇതിലേക്ക് നുറുക്കിയ തേങ്ങ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടിച്ചത് ചേർക്കുന്നുണ്ട്. 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഓയിൽ ചേർക്കുന്നത് തന്നെ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ ഒരു സമയത്ത് നല്ലൊരു മണം വരും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചതച്ച വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ടേസ്റ്റാണ്. അപ്പം അതും കൂടി ഒന്ന് ചേർത്തേച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഗ്രേവി കുറച്ചുകൂടി വറ്റിക്കണം എന്നുള്ളവർക്ക് ഇച്ചിരിയും കൂടി വറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് കറി വാങ്ങിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ വളരെ രുചികരമായ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള നമ്മുടെ നാടൻ കോഴിപ്പെരട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. പുട്ടിൻ്റെയും കപ്പയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി പെരട്ട് കഴിക്കണമെന്നും പറഞ്ഞ് ആരും ഹോട്ടലിലേക്ക് ഓടേണ്ടതില്ല. വീട്ടിൽ തന്നെ ഇങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയതായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ. താങ്ക്